ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും സെക്ഷൻ ഇയിൽ ഈ കാണുന്ന ടോപ്പിക്ക് കോസോ ഇൻറ്റേർണൽ കൺട്രോളിനകത്ത് കോസോ സെറ്റ് ചെയ്തേക്കുന്ന ഫ്രെയിംവർക്ക് പഠിച്ചവരാണ്. കോസോ സെറ്റ് ചെയ്തേക്കുന്ന ഒന്നുമില്ല, നമുക്ക് ഇതേ ഫ്രെയിംവർക്ക് എന്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഡേറ്റ ഗവേണൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ ഫ്രെയിംവർക്കും ഒന്നും വേണ്ട, 5 കോമ്പോണൻസിനകത്തുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തിലേക്ക് കണക്ട് ചെയ്യാം? ഡേറ്റ ഗവേണൻസിലേക്ക് കണക്ട് ചെയ്യാം. ഡേറ്റ ഗവേണൻസിൽ ഈ കോസോ പറഞ്ഞേക്കുന്ന ഫ്രെയിംവർക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം കോസോ എന്താണ്? കോസോ എന്താണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും മൈൻഡിൽ കമ്മിറ്റി ഓഫ് സ്പോൺസറിങ് ഓർഗനൈസേഷൻ ഓഫ് ദി ട്രേഡ് വേ കമ്മീഷൻ. ഒന്നുമില്ല, അവരൊരു കമ്മിറ്റിയാണ്. അവർ ഇതേപോലെ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ റൂൾസ്, നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഒരു മേൽനോട്ടം വഹിക്കുക. ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കമ്പനിയിൽ കോർപ്പറേറ്റ് ഗവർണൻസ് അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ള രീതിയിൽ കോസോ പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ നമ്മൾ ഡേറ്റ ഗവർണൻസിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിന് ഈ ഒരു സെക്ഷൻ എഫിലേക്ക് ഓവർലാപ്പ് വരുന്നത്. അതിന് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഡേറ്റ ഗവർണൻസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ആദ്യം ഇന്റേണൽ കൺട്രോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്? ഒരു പ്രോസസ്സാണ്. ബോർഡ് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസിന് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ റീസണബിൾ അഷുറൻസ് തരുക, ഉറപ്പ് തരുവാണ്. എന്താണ്? അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ, അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു ഉറപ്പ് തരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ ഉറപ്പ് തരുമ്പോൾ അവരുടെ ഓപ്പറേഷൻ, അവരുടെ റിപ്പോർട്ടിംഗ്, അവരുടെ കംപ്ലയിൻസ്, അതായത് അവരുടെ ഓപ്പറേഷൻസ് പ്രോപ്പറായിരിക്കണം, അവരുടെ റിപ്പോർട്ടിംഗ് പ്രോപ്പറായിരിക്കണം, അതേപോലെ അവർ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സിനെ അവർ അച്ചീവ് ചെയ്യും എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇന്റേണൽ കൺട്രോൾ ഇല്ല, അവിടെ കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല, അവിടെ ആരും നോക്കാനോ എടുക്കാനോ ഒന്നും ഇല്ല എങ്കിൽ പണി കിട്ടും. കാരണം അവിടെ ഫ്രോഡ് നടക്കും, പ്രശ്നങ്ങൾ നടക്കും, ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല, കമ്പനി പ്രോപ്പർലി ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യില്ല. അപ്പം ഇന്റേണൽ കൺട്രോൾ എന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. അപ്പം അതേപോലെ ഈ ഫ്രെയിംവർക്ക് ഇന്റേണൽ കൺട്രോളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡേറ്റ ഗവർണൻസിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഡേറ്റാസ് പണി കിട്ടും. ഓക്കെ, സെക്യൂർ ആയിരിക്കില്ല, അവൈലബിൾ ആയിരിക്കില്ല, അക്യുറേറ്റ് ആയിരിക്കില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം ഡേറ്റ ഗവർണൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ ഫ്രെയിംവർക്കിൽ നമുക്കൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. എന്താണ്? 5 കോമ്പോണൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഡേറ്റ ഗവർണൻസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. 1 by 1 ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്നത് കൺട്രോൾ എൻവയോൺമെന്റ്. ഒന്നുമില്ല, നിങ്ങളൊരു വീട് പണിയുമ്പോൾ ഫസ്റ്റ് എന്ത് വേണം? ഫൗണ്ടേഷൻ കെട്ടണം. നല്ലൊരു ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ എത്ര നല്ല നല്ല പണിതട്ടും കാര്യമില്ല, എല്ലാ അവസാനം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും, ഇല്ലേ? അപ്പം നമ്മൾ കൺട്രോൾ സെറ്റ് ചെയ്യണം. അവിടെ എന്ത് വേണം? കൺട്രോൾസ് ഉണ്ടായിരിക്കണം. ഞാനായിരിക്കണം നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്. എന്നെ കൺട്രോൾ ചെയ്യാൻ എൻ്റെ ടോപ്പ് അതോറിറ്റി ഉണ്ടാവണം. ആ രീതിയിൽ അവിടെ ഒരു ഹൈറാർക്കി, ആ ഒരു സ്ട്രക്ചർ ഇല്ല എങ്കിൽ, കൺട്രോൾ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ആ ഒരു രീതിക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺട്രോൾ സെറ്റ് ചെയ്യുക. ഇതിന് നമുക്ക് എങ്ങനെ ഡേറ്റ ഗവർണൻസിലേക്ക് കണക്ട് ചെയ്യാം? അവരുടെ പ്രിൻസിപ്പിൾ 2 പറയുന്നതാണ്. അവരുടെ ബോർഡ് എന്ത് ചെയ്യണം? ഓവർസൈറ്റ് ചെയ്യണം. എന്ത്? ഇന്റേണൽ കൺട്രോൾ പ്രോപ്പർ ആണോ അല്ലേ എന്ന് മേൽനോട്ടം വഹിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ നോക്കുന്നു എന്ന് കരുതിക്കോ, നിങ്ങൾ പ്രോപ്പർലി പഠിക്കുന്നുണ്ടോ നോക്കുന്നു. അത് നോക്കുന്നില്ല എങ്കിൽ എന്താ പ്രശ്നം? നിങ്ങൾ പഠിക്കില്ല ചിലപ്പോൾ. പഠിക്കില്ല എന്നല്ല, പഠിക്കില്ല ചിലപ്പോൾ, അതിനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നമ്മളെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇന്റേണൽ കൺട്രോൾ പ്രോപ്പർ ആണോ നോക്കുന്നത് പോലെ നമ്മളെ IT കമ്മിറ്റി എന്ത് വേണം? ഡേറ്റ കൺട്രോൾ, ഡേറ്റ ഗവർണൻസ് പ്രകാരം നമ്മൾ കുറച്ച് കൺട്രോൾസ് പാലിക്കണ്ടേ, അത് പ്രോപ്പർ ആണോ നോക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അത് കൺട്രോൾ ഇല്ല എങ്കിൽ, ഡേറ്റാസ് ഇരിക്കുന്നില്ല, സെക്യൂർ അല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഡേറ്റ കൺട്രോൾ ഉണ്ടോ എന്ന് IT കമ്മിറ്റി എന്ത് ചെയ്യുക? നോക്കുക. ഇനി രണ്ടാമത്തെ മാനേജ്മെന്റ് എക്സ്റ്റാബ്ലിഷസ് സ്ട്രക്ചേഴ്സ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി. ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ട്രക്ചറും ഇല്ല, തോന്നുന്നത് പോലെ പണിയെടുക്കും. അല്ലെങ്കിൽ അവിടെ അതോറിറ്റി കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ആരോടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ആണ്, അതൊന്നും ഇല്ല എങ്കിൽ വർക്ക് പ്രോപ്പർ ആവില്ല. അപ്പം ഡേറ്റാസിൻ്റെ കാര്യത്തിലും എന്തുണ്ടായിരിക്കണം? ഡേറ്റ ആക്സസ് പോലത്തെ കാര്യങ്ങളിൽ റോൾസ് ഉണ്ടായിരിക്കണം. എനിക്ക് ഇന്ന ഡേറ്റയിലേക്ക് ആക്സസ് ഉണ്ട്, പക്ഷേ ഈ ഡേറ്റയിലേക്ക് എനിക്ക് ആക്സസ് ഇല്ല. ആ രീതിയിൽ പ്രോപ്പർലി എന്ത് ചെയ്തേക്കണം? അവിടെ സ്ട്രക്ചർ വെക്കണം. ഓക്കെ അല്ലേ? അല്ലാതെ എനിക്ക് ആക്സസ് വേണ്ടാത്ത ഡേറ്റാസൊക്കെ എനിക്ക് ആക്സസ് തന്നു, ഞാൻ പോയി എടുത്ത് എന്തൊക്കെയോ ചെയ്തു, പണി കിട്ടിയ ഡേറ്റാസൊക്കെ ലീക്കായി. അപ്പം എന്താ പ്രശ്നം? എൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്, പക്ഷെ അതേപോലെ ബിസിനസിൻ്റെ ഭാഗത്തും പ്രശ്നമുണ്ട്. എനിക്കതിലേക്ക് ആക്സസ് തരാൻ പാടില്ലായിരുന്നു.
അതാണ് ഫസ്റ്റ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യലാണ് എന്ത് കൺട്രോൾ എൻവയോൺമെന്റ്. അപ്പോൾ ഡേറ്റാസിന്റെ കേസിൽ, ഡേറ്റാ ഗവർണൻസിന്റെ കേസിൽ ആക്സസ് വേണ്ടവർക്ക് മാത്രം കൊടുക്കുക, അവിടെ നല്ല കൺട്രോൾ വെക്കുക, ആ രീതിയിൽ നല്ലൊരു ഫൗണ്ടേഷൻ കെട്ടി വെക്കുക, സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനിയിപ്പോൾ രണ്ടാമത്തെ കോമ്പണന്റ് ആണ് റിസ്ക് അസസ്മെന്റ്. റിസ്കിനെ കൺസിഡർ ചെയ്യുക, അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. എന്തെങ്കിലും റിസ്കിനുള്ള സാധ്യത ഉണ്ടോ? റിസ്ക് സംഭവിച്ചാൽ നമ്മൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഡേറ്റാസ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധിക്കും, നമ്മൾ ഡേറ്റാ ഗവർണൻസിലേക്ക് കണക്ട് ചെയ്യുക. ഡേറ്റാസിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ സോർട്ട് ചെയ്യുക, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഐഡന്റിഫൈയിങ് ആൻഡ് അനലൈസിങ് റിസ്ക് ദാറ്റ് പ്രിവെന്റ് അച്ചീവിങ് ഒബ്ജക്റ്റീവ്, അതാണ് നമ്മൾ ഇന്റേണൽ കൺട്രോളിൽ പറയുന്നത്. ഇനി ഡേറ്റാ ഗവർണൻസിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് റിസ്ക് ആർ ഐഡന്റിഫൈഡ് ആൻഡ് അനലൈസ്ഡ്. നമ്മൾ ഡേറ്റാസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക്, ഡേറ്റ ബ്രീച്ച് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഡേറ്റ ലോസ് ആവുന്നുണ്ടോ, നഷ്ടപ്പെടുന്നുണ്ടോ, ഡേറ്റയിൽ എന്തെങ്കിലും കറപ്ഷൻസ് വരുന്നുണ്ടോ, ഈ രീതിക്ക് എന്തെങ്കിലും റിസ്ക് സംഭവിച്ചാൽ നമ്മൾ ഈ കറക്റ്റായ അല്ലെങ്കിൽ ഈ ലോസ് ആയ ഡേറ്റാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യും, നമ്മൾ ഔട്ട്പുട്ട് പ്രോപ്പർ ആവില്ല. അപ്പോൾ അത് നമുക്ക് റിസ്ക് ആണ്. അപ്പോൾ ഇങ്ങനത്തെ റിസ്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തെ കമ്പോണന്റ് പ്രകാരം നമ്മളെ ഏഴാമത്തെ പ്രിൻസിപ്പിൾ ആണ്. എല്ലാ പ്രിൻസിപ്പിൾസും നമുക്ക് ഇവിടെ പഠിക്കാനില്ല, നമുക്ക് വേണ്ടത് IT ആയിട്ട് അല്ലെങ്കിൽ ഡേറ്റ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രിൻസിപ്പിൾസ് മാത്രമേ നമുക്ക് F'ലുള്ളൂ, ബാക്കിയൊക്കെ Eയിലാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്രിൻസിപ്പിൾ 8, പൊട്ടൻഷ്യൽ ഫോർ ഫ്രോഡ് ഈസ് കൺസിഡേർഡ്. ഞാൻ പറഞ്ഞല്ലോടാ, അവിടുത്തെ റിസ്ക് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അവിടെ ഒരു ഫ്രോഡ് നടക്കാൻ സാധ്യതയുണ്ട്. ഫ്രോഡ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ മാനിപ്പുലേറ്റ് ആയി പോവാം, ഡേറ്റാസ് ഒക്കെ അടിച്ചുകൊണ്ട് പോവാം, അല്ലെങ്കിൽ ഡേറ്റാസ് വേറെ ആർക്കെങ്കിലും ഒക്കെ എടുത്ത് മറച്ചു വയ്ക്കാം. അപ്പോൾ ആ രീതിയിലെ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ കമ്പനിക്കാണ് പ്രശ്നം. കമ്പനിക്ക് വേണ്ട ഡേറ്റ ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡേറ്റ അക്യുറേറ്റ് ആവില്ല, ഡേറ്റാസ് ഒക്കെ മാറ്റി വരും, അല്ലെങ്കിൽ ഡേറ്റ സെക്യൂരിറ്റിയെ ബാധിക്കും. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, റിസ്ക് നോക്കണം. ഫ്രോഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഡേറ്റ ബ്രീച്ച് ഉണ്ടോ, ഡേറ്റ ലോസ് ഉണ്ടോ, അങ്ങനത്തെ റിസ്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? ഫൗണ്ടേഷൻ കെട്ടി കൺട്രോൾ എൻവയോൺമെന്റ്, നമ്മൾ റിസ്കിനെ നോക്കുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ സ്റ്റെപ്പ് സെറ്റായി. ഇനി നമ്മളെ കൺട്രോൾസ്, നമ്മളെ ആക്ടിവിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എത്രത്തോളം നല്ലതാണ്, നമ്മൾ പ്രോപ്പർലി കൺട്രോൾ ചെയ്യുന്നുണ്ടോ, ഞാൻ നിങ്ങളെ പ്രോപ്പർലി കൺട്രോൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, ആ രീതിക്ക് ഒരു ഓവർസൈറ്റ് നോക്കില്ലേ, അതാണ് ഇവിടെ വരുന്നത്. നമുക്ക് നോക്കാം. ജനറൽ കൺട്രോൾ ആക്ടിവിറ്റീസ് ഓവർ ടെക്നോളജി ആർ ഡെവലപ്ഡ്. എന്താണ്? ടെക്നോളജിയുടെ പുറത്ത് പ്രോപ്പർ കൺട്രോൾ ഉണ്ടായിരിക്കണം. അല്ലാതെ തോന്നിയവർക്ക് വന്ന് ടെക്നോളജി ബിൽഡ് ചെയ്യാം, ഇതിലേക്ക് തോന്നിയവർക്ക് ആക്സസ് ചെയ്യാം, ആ രീതിയിൽ കൊടുത്താലോ പ്രശ്നമാണ്. അവിടെ കൺട്രോൾ വേണം. ഞാൻ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കയറാൻ പാടില്ല, അതിനാദ്യം എന്ത് വേണം, എനിക്ക് പ്രോപ്പർലി കൺട്രോൾ വെച്ചിട്ട് എന്നോട് പറയണം കയറാൻ പാടില്ല. അപ്പൊ ആ ഒരു കാര്യം സെറ്റ് ചെയ്യുക. നമുക്കിത് IT ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ അവിടെ കൺട്രോൾ കൊണ്ടുവരിക. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? കൺട്രോൾസ് ഉണ്ടെങ്കിൽ ഡേറ്റ ആക്യുറേറ്റ് ആയിരിക്കും, വേറെ ആരും വന്ന് അതിനകത്ത് അലമ്പുണ്ടാക്കാൻ പോയില്ല, കംപ്ലീറ്റഡ് ആയിരിക്കും, ഇടയ്ക്കുന്ന ആരും വന്ന് കളയില്ല, പ്രോപ്പർലി അവർ ചെയ്തു വെച്ചേക്കുന്ന സാധനം അവിടെ ഉണ്ടാവും. അതേപോലെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എടുത്തുകൊണ്ട് ആരും പോവില്ല. ഓക്കെ അല്ലേ? നല്ല കൺട്രോൾസ് സെറ്റ് ചെയ്യുക ഡേറ്റാസിന്റെ കേസിൽ. ഇനി ഇൻഫർമേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ്? നമ്മളെ കമ്പനിയിലുള്ളിൽ നല്ലൊരു ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക് ഇൻഫർമേഷൻ സിസ്റ്റം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങി വന്നത്. അപ്പം നല്ല ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിസ്ക് കണ്ടുപിടിച്ചു, എനിക്കറിയില്ല ഇത് ആരോട് പറയണമെന്ന്, കണ്ടുപിടിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ ഇൻഫർമേഷൻ സിസ്റ്റവും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും പ്രോപ്പർ ആയില്ല എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചേക്കുന്നത് വേസ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഇൻഫർമേഷൻ സിസ്റ്റവും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ബിൽഡ് ചെയ്യുക. അതെങ്ങനെ നമുക്ക് ഡേറ്റാ ഗവർണൻസിലേക്ക് കണക്ട് ചെയ്യാം? റിലവൻറ്റ് ക്വാളിറ്റി ഇൻഫർമേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ആൻഡ് യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സിമ്പിളാക്കാം. ഡേറ്റാസ് ഒരുപാട് എടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡേറ്റാസിൽ നിന്നാണ് നമുക്കൊരു അറിവ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ക്വാളിറ്റി ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക, റിലവൻ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. അതിനെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇല്ല, ക്വാളിറ്റി ഇല്ല, ഉറപ്പില്ല, ശരിയാണോ ഉറപ്പില്ലാത്ത ഇൻഫർമേഷൻ എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല. നല്ല ഇൻഫർമേഷൻസ് മാത്രം യൂസ് ചെയ്യുക. സിസ്റ്റം മസ്റ്റ് കൺവേർട്ട് ഡേറ്റ ഇൻടു അക്യുറേറ്റ് കംപ്ലീറ്റ് ആക്സസിബിൾ ഇൻഫർമേഷൻ ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ്. നമ്മളെ സിസ്റ്റം എന്ത് ചെയ്യണം? ഡേറ്റാസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് അക്യുറേറ്റ് ആണെന്ന് ഉറപ്പാക്കുക, കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കുക, ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉറപ്പാക്കുക, അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക, ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം ആ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇൻഫർമേഷൻ സിസ്റ്റവും നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കമ്പോണന്റ്, ലാസ്റ്റ് കമ്പോണന്റ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അതേപോലെ എന്ത് ചെയ്യണം? നമ്മളെ ഡേറ്റാ ഗവർണൻസ് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം, ഒരു മോണിറ്ററിങ് ചെയ്യണം. ഓക്കെ, മോണിറ്ററിങ് ആക്ടിവിറ്റീസ്. പ്രിൻസിപ്പിൾ 16
ഓൺഗോയിങ് ആൻഡ് സെപ്പറേറ്റ് ഇവാലുവേഷൻസ് ആർ പെർഫോംഡ്. ഒന്നിച്ചും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും എന്ത് ചെയ്യണം? പെർഫോമൻസ് ഇവാലുവേഷൻസ് അല്ലെങ്കിൽ ഇവാലുവേഷൻസ് നടത്തണം. പെർഫോമൻസ് ഇവാലുവേഷൻസ് അല്ല, ഇവാലുവേഷൻസ് നടക്കണം. റെഗുലർ റിവ്യൂ ഓഫ് ഡേറ്റ കൺട്രോൾ. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഡേറ്റ കൺട്രോൾ പ്രോപ്പർലി എല്ലാ ദിവസവും നോക്കണം. എന്തെങ്കിലും ബ്രീച്ച് നടന്നിട്ടുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ, അതുണ്ടെങ്കിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് സോർട്ട് ചെയ്ത് പോകണം. നമ്മളൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനകത്ത് മാത്രമല്ല കാര്യം. ഓക്കെ, അത് ചെക്ക് ചെയ്ത് പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്ത് പോയില്ല എങ്കിൽ ആളുകൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യം കൊണ്ടുവന്നാലും അതിനകത്ത് എല്ലാം ലൂപ്പ് ഹോൾസ് ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിച്ച് അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ അതിലൂടെ പ്രശ്നങ്ങൾ നമുക്ക് വരും. അപ്പം അതൊക്കെ പ്രോപ്പർലി എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. എല്ലാ ദിവസവും റിവ്യൂ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താ? ഡെഫിഷ്യൻസീസ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ഫോർ കറക്റ്റീവ് ആക്ഷൻസ്. എന്തെങ്കിലും വീക്ക്നെസ് ഡേറ്റ കൺട്രോളിൽ കണ്ടാൽ, ഞാനിപ്പോൾ പറഞ്ഞു ഒരു ലൂപ്പ് ഹോൾ കണ്ടു, ഇതിലേക്കൂടെ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണം? അത് പ്രോപ്പർലി റിപ്പോർട്ട് ചെയ്യണം. അപ്പം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്, എല്ലാം ഒരേ സ്ഥലത്തേക്കാണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ആയിട്ട് കൺട്രോൾസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? അത് കറക്റ്റ് ചെയ്യണം. ആ കറക്റ്റ് ടൈമിൽ തന്നെ അത് സെറ്റ് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാക്കാം നമ്മളെ ഡേറ്റാസ് ആക്യുറേറ്റ് ആണ്, റിലയബിൾ ആണ്, കംപ്ലീറ്റ് ആണ്, സെക്യൂർ ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രോപ്പർലി നടന്നു കഴിഞ്ഞാൽ ഡേറ്റ ഗവേണൻസ് പാലിച്ചു. അപ്പോൾ ഡേറ്റ ഗവേണൻസ് പാലിക്കണമെങ്കിൽ കോസോ പറഞ്ഞ ഫ്രെയിംവർക്ക് പ്രകാരം ഇന്റേണൽ കൺട്രോളിൽ ചെയ്തതിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ ഡേറ്റ ഗവേണൻസിലും ഇംപ്ലിമെന്റ് ചെയ്യണം. അത് കോമൺലി ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുന്നത് കോസോ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ലോജിക്കലി ഓരോ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്, നിർബന്ധമുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഒരു യൂണിറ്റ് കൂടി കംപ്ലീറ്റ് ചെയ്തു, അടുത്ത യൂണിറ്റും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേറെയും കുറച്ച് ടോപ്പിക്സ് പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇനി അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇങ്ങനെ പതിയെ പോവുകയാണ്. നമുക്ക് അടുത്ത വീഡിയോസിൽ അടുത്ത യൂണിറ്റ് അല്ലെ അടുത്ത ടോപ്പിക്സ് പഠിക്കാം. താങ്ക് യു ഓൾ.